ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് മാവ് കുഴക്കി പരത്തൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അതുകൂടെ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതായത് നല്ല ജീരകം. പിന്നെ നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുന്നത് ഈ ഗോതമ്പൊടി മിക്സിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തപ്പോൾ അത്യാവശ്യം കട്ട പോലെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് വരിക. അപ്പോൾ ഞാനൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നത്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് കൂടെ ചേർത്തിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒപ്പം തന്നെ അത് വാടി വരുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വാടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചിക്കറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മസാല എന്ന് പറയാനായിട്ട് ചിക്കൻ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പൊടിയുടെ പച്ചക്കുത്തൊന്നും പോയതിന് ശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത ഈ മസാല ഉള്ളിയിലും തക്കാളിയിലേക്കൊക്കെ നന്നായി പിടിച്ചിട്ട് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട ഇട്ട ഉടനെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണ്ട. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് മുട്ടയൊക്കെ നമുക്ക് ഇടയിൽ കടിക്കാൻ കിട്ടും. അല്ല പെട്ടെന്ന് തന്നെ കുത്തി ഇളക്കുമ്പോൾ ഈ അരവിലേക്ക് വല്ലാതെ അങ്ങ് മിക്സായി പോകും. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മുട്ടയൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് കൊണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവിൽ നിന്ന് ഒരു 1.5 കയ്യിൽ മാവാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മളെടുക്കുന്ന പാനിനനുസരിച്ച് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ മാവ് ഒഴിച്ച അതേ വഴിക്ക് തന്നെ നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് കുക്കായതിന് ശേഷം വെച്ച് കൊടുത്താലും മതിയാകും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതേ ഞാൻ കുറച്ച് നമ്മുടെ മുട്ടയുടെ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. മുട്ടയും അതുപോലെ തന്നെ ഉള്ളിയും ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് കറികളൊന്നും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഒരു 4 മണി ചായക്കൊപ്പം കഴിക്കാനുണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു 1.5-2 കൈയിലോളം ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ആ മുട്ടയൊന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. മാവ് ഒഴിക്കുന്നതും ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതും എല്ലാം ലോ ഫ്ലെയിമിലാണ്. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. അങ്ങനെ നമുക്ക് 2 ഭാഗവും കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ